PSC പരീക്ഷയുടെ ചോദ്യപേപ്പർ മാറി നൽകിയതിനെ തുടർന്ന് പല ജില്ലകളിലും പരീക്ഷ മാറ്റിവെച്ചു. ആലപ്പുഴയിലും എറണാകുളത്തും അടക്കം പരീക്ഷ മാറ്റി. വിവിധ വകുപ്പുകളിലേക്കുള്ള പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് മാറിയത്. സാങ്കേതിക കാരണങ്ങളാൽ പരീക്ഷ റദ്ദാക്കിയെന്ന് PSCയുടെ വിശദീകരണം. വിവരങ്ങളുമായി അമൽ സുരേന്ദ്രനാണ് ചേരുന്നത്. അമൽ, ഇത്ര ഗൗരവകരമായി നടത്തേണ്ട പരീക്ഷയിലാണ് ചോദ്യപേപ്പർ മാറിയെന്നത് ചൂണ്ടിക്കാട്ടി പരീക്ഷ മാറ്റിവെച്ചിരിക്കുന്നത്. ഇന്ന് ബസ്സിലൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് ആളുകൾ ബസ്സിലൊക്കെ തൂങ്ങിപ്പിടിച്ച് ഈ PSC പരീക്ഷ എഴുതാൻ പോകുന്നത് കൂടി കണ്ടിരുന്നു. എന്താണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്? തീർച്ചയായിട്ടും സാങ്കേതികമായിട്ടുള്ള ഒരു കാരണമാണ് ഇത്തരത്തിൽ PSC പരീക്ഷ മാറ്റിവെക്കാൻ ഉള്ള ഒരു ഇടയാക്കിയത് എന്നാണ് PSCയുടെ ഔദ്യോഗികമായിട്ടുള്ള കുറിപ്പ് വന്നിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴയിലെ ലജനത്ത് സ്കൂളിലായിരുന്നു ഇന്ന് PSCയുടെ പരീക്ഷ ഉണ്ടായിരുന്നത്. ഇതിൽ 2 ഘട്ടങ്ങളായിട്ടായിരുന്നു പരീക്ഷ നടത്തിയിരുന്നത്. രാവിലത്തെ ഘട്ടവും അതോടൊപ്പം തന്നെ ഉച്ച കഴിഞ്ഞിട്ടുള്ള ഘട്ടവും. ഈ ഉച്ച കഴിഞ്ഞ് ഉള്ള പരീക്ഷയാണ് ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നത്. അതിന് പ്രധാനമായ ഒരു കാരണമായി പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കുന്നത്, ഈ ഉച്ച കഴിഞ്ഞ ഘട്ടത്തിന്റെ ചോദ്യപേപ്പർ അത് രാവിലെ എഴുതാൻ വന്ന ഉദ്യോഗാർത്ഥികൾക്ക് നൽകുകയും അവർ അതിൽ പരീക്ഷ എഴുതുകയും പിന്നീട് ഉച്ച തിരിഞ്ഞ് ഈ ഒരു കാര്യം പരിശോധിച്ചപ്പോഴാണ് ഉച്ചയ്ക്കത്തെ പരീക്ഷാ പേപ്പറാണ് രാവിലെ നൽകിയത് എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അതാണ് ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായ പ്രശ്നമെന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ എറണാകുളത്തും വയനാടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് സംസ്ഥാന വ്യാപകമായി തന്നെ ഈ ചോദ്യപേപ്പർ റദ്ദ് ചെയ്യുന്ന അല്ലെങ്കിൽ പരീക്ഷ മാറ്റിവെക്കുന്ന ഒരു സമീപനവുമായിട്ട് PSC മുന്നോട്ട് പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും നിരവധിയായിട്ടുള്ള വിദ്യാർത്ഥിനികളാണ്, ഉദ്യോഗാർത്ഥികളാണ് ഈ പരീക്ഷ എഴുതുവാനും മറ്റുമായിട്ട് ദൂരദേശങ്ങളിൽ നിന്ന് പോലും പല സെന്ററുകളിലേക്കും എത്തി ഈ പരീക്ഷയിൽ പങ്കെടുക്കുകയും അതിനുവേണ്ടി കാത്തിരിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം ഇത്തരത്തിലുള്ള ഒരു അറിയിപ്പ് വരുമ്പോൾ അവർക്ക് സ്വാഭാവികമായും ഉണ്ടാകുന്ന പ്രശ്നം വളരെ ഗുരുതരമാണ്. അമൽ, അതുതന്നെയാണ്, ദൂരദേശങ്ങളിലുള്ള ആളുകളാണ് ഇത്തരത്തിൽ തിരക്ക് പിടിച്ച് പരീക്ഷ എഴുതാൻ വരുന്നത്. അതുമാത്രമല്ല, അവർ അത്രമാത്രം തയ്യാറെടുത്താണ് പരീക്ഷ എഴുതാൻ വരുന്നത്. അപ്പോഴാണ് ഈ പരീക്ഷാ പേപ്പർ മാറി എന്നുള്ള കാരണത്താൽ പരീക്ഷ റദ്ദാക്കി എന്നുള്ള വിവരം വരുന്നത്. PSC പോലെ അത്ര ഗൗരവകരമായിട്ട് പരീക്ഷ നടത്തേണ്ട ഒരു സംവിധാനമാണ്, അവിടെയാണ് ഇത്തരത്തിലുള്ള ഒരു പിശക് വന്നിരിക്കുന്നത്. ഇതിൽ PSCയുടെ വിശദീകരണം എത്രമാത്രം തൃപ്തികരമാണ് എന്നുള്ളൊരു ചോദ്യം കൂടി ഉയരുകയില്ലേ? തീർച്ചയായിട്ടും ഈ PSCയുടെ വിശദീകരണം അത് ഈ കാര്യത്തിൽ ഒരു 4 വരി കുറിപ്പ് മാത്രമാണ് PSC ഔദ്യോഗികമായി ഈ കാര്യത്തിൽ പുറത്തിറക്കിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു ഗൗരവമേറിയ ഒരു പ്രശ്നം സംഭവിക്കുമ്പോൾ അതെന്താണ് സംഭവിച്ചത് എന്ന അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം പോലും വിശദീകരിക്കുവാൻ ഈ കുറിപ്പിൽ PSC തയ്യാറായിട്ടില്ല എന്നതാണ് അങ്ങേയറ്റം ഗൗരവത്തോടു കൂടി തന്നെ നമ്മുടെ സർക്കാർ ഏജൻസികൾ കാണേണ്ടത്. പ്രത്യേകിച്ചും ഇത്തരത്തിൽ ഉദ്യോഗാർത്ഥികൾ വലിയ രീതിയിൽ PSCയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന ഇത്തരത്തിലുള്ള നേരത്തെയും ഉണ്ടായിരുന്ന ചില ഇററുകൾ പല ഘട്ടങ്ങളിലായി സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അതിനിടയിലാണ് സംസ്ഥാന വ്യാപകമായി തന്നെ 10th പ്രിലിംസിന്റെ ഈ ഒരു പരീക്ഷാ പേപ്പർ വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട സാങ്കേതിക പിഴവ് അത് പരീക്ഷകളുടെ മുഴുവൻ റദ്ദാക്കലിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. 10th പ്രിലിംസിന്റെ 2nd സ്റ്റേജ് പരീക്ഷാ പേപ്പറാണ് ഇത്തരത്തിലുള്ളൊരു പ്രശ്നം ഉണ്ടായിരിക്കുക. അല്ലെങ്കിൽ 10th പ്രിലിംസിന്റെ 2nd സ്റ്റേജിലുള്ള പരീക്ഷയ്ക്കാണ് ഇത്തരത്തിലുള്ള സാങ്കേതികമായ തകരാർ ഉണ്ടായിട്ടുള്ളതായിട്ടാണ് PSC അറിയിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ ഉണ്ടായിരുന്ന സ്റ്റേജ് 1-ൽ ഇത്തരത്തിലുള്ള യാതൊരു പ്രശ്നവും ഉണ്ടായില്ല എന്നും ആ കുറിപ്പിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ഏതായാലും വലിയ രീതിയിൽ തന്നെ ഈ ഒരു പ്രശ്നം വിദ്യാർത്ഥികൾ അലട്ടുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ്, പല സെന്ററുകളിലും ലജത്ത് സ്കൂളിൽ പരീക്ഷ എഴുതാനായിട്ട് തയ്യാറെടുത്ത ഒരു ഉദ്യോഗാർത്ഥി ശ്രീഹരി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീഹരി, എന്തായാലും നിങ്ങളൊക്കെ വളരെ അധികം തയ്യാറെടുപ്പുകൾക്ക് ശേഷമാകും പരീക്ഷ എഴുതാനായിട്ട് വന്നത്. ഇപ്പോൾ ഈ പരീക്ഷ റദ്ദാക്കി എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങളുടെയൊക്കെ ഒരു അവസ്ഥ, മാനസികാവസ്ഥ? എപ്പോഴാണ് ഇത് അറിഞ്ഞത്? അത് നമ്മൾ എക്സാം സെന്ററിൽ എക്സാം സീറ്റ് അറേഞ്ച്മെന്റ് എപ്പോഴാണ് നോക്കാൻ പോയപ്പോഴാണ് ഇത് അറിയുന്നത് എക്സാം ക്യാൻസൽ ചെയ്തെന്ന്. നമ്മൾ നല്ല ദൂരത്തുള്ളൊക്കെയാണ് എക്സാം. ഇപ്പോ PSC എക്സാം സെന്റർ തരണതേ വീട്ടിൽ നിന്ന് 10-30 കിലോമീറ്ററുകൾക്ക് ദൂരെയാണ്. അതിൽ കൂടെയാണ് ഇവിടെ വന്നപ്പോ ഇങ്ങനെ പറയുന്ന എക്സാം ക്യാൻസൽ ചെയ്തു. അതിന്റെ റീസൺ പോലും അവർ പറഞ്ഞില്ല. പൊക്കോളൂ, ഇന്ന് എക്സാം ഇല്ല. ഇത് 2 ഘട്ടമായിട്ടുള്ള പരീക്ഷയായിരുന്നു, രാവിലെയും ഉച്ചയ്ക്കും അങ്ങനെയായിരുന്നു പരീക്ഷ? രാവിലെ ഒരു ഷിഫ്റ്റ്, അത് നമുക്കില്ല. ഉച്ചയ്ക്ക് ശേഷത്തുള്ള ഷിഫ്റ്റിലാണ് നമുക്കുള്ളത്. എവിടെ നിന്നുമാണ് എവിടേക്കാണ് പരീക്ഷ എഴുതാനായിട്ട് എത്തിയത്? ബാലരാമപുരത്താണ് ഇന്ന് എനിക്ക് എക്സാം സെന്റർ കിട്ടിയത്. അപ്പോൾ ഇതിൽ ഈ PSC അധികൃതർ പറയുന്നത് പരീക്ഷ റദ്ദാക്കി എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ ആ ഒരു കാര്യത്തിൽ തൃപ്തിയുണ്ടോ? തൃപ്തിയില്ല. നമ്മുടെ എത്ര നാളത്തെ പ്രിപ്പറേഷൻ ആണ്. എന്തായാലും ഇനി നടത്തുമെന്നാണ് പറയുന്നത്. അതിനെപ്പറ്റി ഒന്നും കൺഫർമേഷൻ കിട്ടിയില്ല. ഈ എന്തുകൊണ്ടാണ് ഈ ചോദ്യപേപ്പർ മാറിയത് കൊണ്ടാണ് ഇത്തരത്തിൽ പരീക്ഷ റദ്ദാക്കിയത് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഇതിനു മുൻപ് ഇത്തരം സമാനമായിട്ടുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ?
ഇതിനു മുമ്പ് ഇതുവരെ ഒന്നുമില്ല ഇങ്ങനെ. തുടരെ തുടരെ PSC ഇതേപോലത്തെ ന്യൂസാണ് കേൾക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പറും റാങ്ക് ലിസ്റ്റും അതിനോടുള്ള വിശ്വസ്തത അതെ, നമുക്ക് ഇപ്പൊ നഷ്ടപ്പെട്ടു ശ്രീഹരിയെ തുടങ്ങി. പോലുള്ള ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ വളരെ പ്രതീക്ഷയോടെ ആശ്രയിക്കുന്നതാണ് PSC. അവിടെ നിന്നും ഇത്തരത്തിലുള്ള വാർത്തകൾ, ക്രമക്കേടുകളൊക്കെ വരുമ്പോൾ എന്താണ് തോന്നുന്നത്? നമ്മുടെ ഇരുട്ട വെളുക്കായിരുന്നു പഠിച്ചിട്ട് നമുക്കൊരു റിസൾട്ട് ഇല്ലാത്ത അവസ്ഥയാണ് ഇപ്പോ കിട്ടുന്നത്. ശരി ശരി. ശ്രീഹരി ഒരു പരീക്ഷ എഴുതാനായി എത്തിയ ഉദ്യോഗാർത്ഥിയാണ് നമ്മളോട് പ്രതികരിച്ചത്. ശ്രീഹരി പറഞ്ഞത് 30 കിലോമീറ്ററോളം ദൂരം യാത്ര ചെയ്താണ് പരീക്ഷാ സെന്ററിലേക്ക് എത്തിയത്. അവിടെ എത്തി സീറ്റ് നമ്പർ നോക്കുമ്പോഴാണ് പരീക്ഷ റദ്ദാക്കി എന്നുള്ള വിവരം അറിയുന്നത് എന്നുള്ളതാണ്. ശ്രീഹരിയെ പോലെ 100 കണക്കിന് ആളുകൾക്ക് സമാനമായിട്ടുള്ള അനുഭവം ഉണ്ടാകും. ഇപ്പോൾ